അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ചക്കൻ്റെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ ചക്കക്കുരു വെച്ചിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ചിലവരൊക്കെ വിചാരിക്കും ചക്കക്കുരു കൊണ്ട് ഷേക്ക് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുമെന്ന്. നമ്മൾ ബദാം ഷേക്ക്, മിൽക്ക് ഷേക്കൊക്കെ കുടിക്കാറില്ലേ, അതേ ഒരു ടേസ്റ്റാണ്. അപ്പം നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കക്കുരു ഷേക്കാക്കാൻ വേണ്ടി ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു കുക്കറിലേക്ക് ഒരു 15 ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ ഓഫ് ചെയ്ത് തണിഞ്ഞതിന് ശേഷം ചക്കക്കുരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലിലെ കവർ എടുത്ത് കളയാം. നമ്മൾ പുഴുങ്ങിയെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ തൊലി കളഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരിതുണ്ടല്ലോ, ഈ ചുവന്ന കാരകലും അതും കൂടി ഇതുപോലെ കളഞ്ഞെടുക്കുക. പെട്ടെന്ന് തന്നെ ആവും. ഉണ്ടോ? ഇതിൻ്റെ ചുവന്ന തൊലി വെച്ചിട്ടും ഷേക്ക് ഉണ്ടാക്കുക. ഡസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ കളറ് വ്യത്യാസമായിരിക്കും. നല്ല വെള്ള കളറ് കിട്ടില്ല. ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഷേക്ക് അടിക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് പാലും 3 ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നുകിൽ ഐസ് ക്യൂബും കുറച്ച് തണുത്ത പാലും ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പാല് കട്ടയാക്കിയത് കട്ടപ്പാൽ ഒഴിക്കുക. കട്ടപ്പാൽ ഒഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ഒരു 2 ഇറ്റ് വനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വനില എസൻസ് ഇല്ലെങ്കിൽ പിന്നെ ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മാത്രം, ഏകദേശം 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇതായിരിക്കും. അപ്പോൾ ഇനി ഇത് അടിച്ചെടുക്കാം. ചക്കക്കുരു ഷേക്ക് റെഡിയായി. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ബദാം ഷേക്കൊക്കെ ഇതിൻ്റെ പിന്നിൽ നിൽക്കേണ്ടി വരും, അത്രക്കും ടേസ്റ്റാണ്. നന്ന കട്ടിയിലടിക്കരുത്, ഇത്ര ഒരു കട്ടിയിലായിരിക്കണം അടിച്ചെടുക്കാം. ഒന്ന് കട്ടിയായ ഇപ്പോൾ ഒരു ഗസ്റ്റുകൾ വന്നിട്ട് കൊടുത്താൽ ഇത് ചക്കക്കുരു ഷേക്കാണെന്നൊന്നും മനസ്സിലായെന്നില്ല, വല്ല ബദാം ഷേക്കാ അങ്ങനെയായിട്ടേ വിചാരിക്കുള്ളൂ. നല്ല ചക്കൻ്റെ സീസണൊക്കെ ചക്കക്കുരു എല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.